ഹലോ കുട്ടികളെ, ഇന്ന് സെക്കൻഡ് ക്ലാസ്സിലെ ഭാലുവിനെ ഖേലി ഫുട്ബോൾ എന്ന ചാപ്റ്ററാണ് വായിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിനും ചെയ്തിട്ടുണ്ട്, എക്സസൈസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. भालू ने खेली फुटबॉल। सर्दियों का मौसम था। सुबह का वक्त, चारों ओर कोहरा ही कोहरा। एक शेर का बच्चा सिमट कर गोल मटोल बना जामुन के पेड़ के नीचे सोया हुआ था। इधर भालू साहब सैर पर निकल तो आए थे, लेकिन पछता रहे थे। तभी उनकी नज़र जामुन के पेड़ के नीचे पड़ी। आंखें फैलाई, अक्ल दौड़ाई, आहा फुटबॉल। सोचा चलो इसे खेलकर कुछ गर्मी हासिल की जाए। आप देखा ना ताऊ, भालू जी ने पैर से उछाल दिया शेर के बच्चे को। हड़बड़ी में शेर का बच्चा दहाड़ा और फिर पेड़ की एक डाल पकड़ ली, मगर डाल छूट गई। भालू साहब जल्दी ही मामला समझ गए। पछताए, लेकिन अगले ही पल दौड़कर फुर्ती से दोनों हाथ बढ़ाए और शेर के बच्चे को लपक लिया। अरे यह क्या! शेर का बच्चा फिर से उछालने के लिए कह रहा था। एक बार फिर भालू दादा ने उछाला, 2 बार, 3 बार, फिर बार बार यही होने लगा। शेर के बच्चे को उछलने में मजा आ रहा था, परंतु भालू थक कर परेशान हो गया था। ओह, किस आफत में आ फंसा! 12वीं बार उछालते ही भालू ने घर की ओर दौड़ लगाई और गायब हो गया। अब की बार शेर का बच्चा धड़ाम से जमीन पर आ गया। डाल भी टूट गई। तभी माली वहां आया और शेर के बच्चे पर बरस पड़ा। डाल तोड़ दी पेड़ की, लाओ हरजाना। शेर के बच्चे ने कहा, जरा ठीक तो हो लूं। माली ने कहा, ठीक है, मैं अभी आता हूँ। माली के वहां से जाते ही शेर का बच्चा भी 9-2-11 हो ली। उसने सोचा, जान बची तो लाखों पाए। भालू ने खेली फुटबॉल। सर्दियों का मौसम था। सुबह का वक्त, चारों ओर कोहरा ही कोहरा. തണുപ്പ് കാലം അല്ലെ, വിൻ്റർ സീസൺ ആയിരുന്നു. ആ സമയത്ത് സുബഹ കാ വക്ത്, രാവിലത്തെ സമയം 4 ദിശകളിലും ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു. കൊഹര ഹി കൊഹര. एक शेर का बच्चा सिमट कर गोल मटोल बना जामुन के पेड़ के नीचे सोया हुआ था. ഒരു സിംഹക്കുഞ്ഞ് അല്ലെ, കബ്ബ് ഇങ്ങനെ ചുരുണ്ടുകൂടി ഗോൾ മട്ടോൾ റൗണ്ടായിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി ജാമുൻ കെ പേട്, ഒരു പ്ലമ്മിൻ്റെ മരത്തിൻ്റെ താഴെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. इधर भालू साहब सैर पर निकल तो आए थे, लेकिन पछता रहे थे. तभी उनकी नज़र जामुन के पेड़ के नीचे पड़ी. ഇവിടെയാണെങ്കിലോ ബാലു സാബ്, അതായത് കരടി അല്ലേ, കരടിയേട്ടൻ ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. ആ സമയത്ത് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ വിഷമം തോന്നി, കാരണം ഈ തണുപ്പിൽ നടക്കാൻ തോന്നുന്നില്ലായിരുന്നു. കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ വിഷമം തോന്നുന്നുണ്ടായിരുന്നു, എന്തിനാ ഇറങ്ങിയെന്ന്. കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു അല്ലേ. ഉൻകി നസർ ജാമുൻ കെ പേട് കെ നീച്ചെ പടി. ആ സമയത്താണ് ദൂരെ ആ പ്ലമ്മിൻ്റെ ആ ട്രീയുടെ താഴെ എന്തോ ഒരു സാധനം അല്ലേ. അപ്പോൾ ആഖേ ഫെലായി അക്ൽ ദൊടായി, ആഹാ ഫുട്ബോൾ.
അപ്പോൾ കണ്ണിങ്ങനെ ഉരുട്ടി നോക്കി, എന്താ ഈ സാധനം. പിന്നെ ബുദ്ധി ഉപയോഗിച്ചു, ഇത് ഫുട്ബോളാണ്. സോച്ചാ ചലോ ഇसे खेलकर कुछ गर्मी हासिल कीजिए. തണുപ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ കളിക്കുമ്പോൾ എനിക്ക് ചൂട് കിട്ടും അല്ലേ. അപ്പോൾ അത് കരടിക്ക് തോന്നി ഫുട്ബോളല്ലേ, കളിക്കാം, എന്നിട്ട് ചൂട് കിട്ടും ശരീരത്തിന് അല്ലേ. ഗർമി ഹാസിൽ की जाए. आओ देखा ना ताओ, भालू ने पैर से उछाल दिया शेर के बच्चे को. ഒന്നും നോക്കിയില്ല. ദേഖാന താവ്, ഒന്നും നോക്കിയില്ല. നോക്കാതെ എന്താ ചെയ്ത ബാലുജി, കാലുകൊണ്ട് ഒറ്റ തട്ട്, ഉച്ചാൽ ദിയ, ഇങ്ങനെ മുകളിലോട്ടിങ്ങനെ പോയി. शेर के बच्चे को, और हड़बड़ी में शेर का बच्चा दहाड़ा और फिर पेड़ की एक डाल पकड़ ली. ഹഡ്ബടി എന്ന് പറഞ്ഞാൽ ആ തിരക്കിലല്ലേ. ഹഡ്ബടിമേ ഷേർ കാ ബച്ച, ആ വെപ്രാളത്തിൽ സിംഹക്കുഞ്ഞ് എന്താ ചെയ്തത്, ദഹാട, അത് കറന്ന് സൗണ്ട് ഉണ്ടാക്കി. എന്നിട്ട് ഫിർ പേടിക്ക് ഡാൽ പക്കഡ്ലി, വേഗം ഇങ്ങനെ മുകളിലോട്ടല്ലേ തെറിപ്പിച്ചത്. അപ്പോൾ കിട്ടിയ മരക്കൊമ്പിൽ കയറി പിടിച്ചു സിംഹക്കുഞ്ഞ് അല്ലേ. എന്നിട്ട് മഗർ ഡാൽ छूट गई. बालू साहब जल्दी ही मामला समझ गए. पछताए, लेकिन अगले ही पल दौड़कर फुर्ती से दोनों हाथ बढ़ाए और शेर के बच्चे को लपक लिया. അപ്പോൾ പക്ഷെ കൈ എന്താ വിട്ടുപോയി അല്ലേ, കബിൻ്റെ കൈ വിട്ടുപോയി. എന്നിട്ട് ബാലു സാബ് എന്താ ചെയ്തത്, വേഗം ബാലു സാബിന് മനസ്സിലായി അതൊരു സിംഹക്കുഞ്ഞായിരുന്നെന്ന്. എന്നിട്ട് വേഗം ഓടിപ്പോയിട്ട് ഫുർത്തിസെ, അതായത് സ്പീഡിൽ പോയിട്ട് രണ്ട് കൈയും ഇങ്ങനെ മുമ്പോട്ട് നീട്ടിയിട്ട് ബഡായെ और शेर के बच्चे को लपक लिया, വേഗം കയ്യിലോട്ട് ഇങ്ങനെ ഓടിപ്പോയിട്ട് എടുത്തു അല്ലേ. अरे यह क्या, शेर का बच्चा फिर से उछालने के लिए कह रहा था. അയ്യോ ഇതെന്താ, വീണ്ടും പറയുകയാണ് സിംഹക്കുഞ്ഞ്, വീണ്ടും ബൗൺസ് ചെയ്യാനായിട്ട് പറയുകയാണ്, കളിപ്പിക്കാൻ പറയുക. एक बार फिर बालू दादा ने उछाला, 2 बार 3 बार, फिर बार बार यही होने लगा. വീണ്ടും വീണ്ടും പറയുകയാണ്, വീണ്ടും ബൗൺസ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 2 ബാർ 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി, അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കരടി ബൗൺസ് ചെയ്തുകൊണ്ടിരുന്നു സിംഹക്കുഞ്ഞിന്. शेर के बच्चे को उछलने में मज़ा आ रहा था, परंतु भालू थक कर परेशान हो गया था. കബിനോ വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ കരടിക്ക് മതിയായി, ക്ഷീണം തോന്നി. थककर परेशान हो गया. എന്തൊരു ഇതാ കഷ്ടാല എന്ന് വിചാരിച്ചു. किस आफत में फंसा. 12वीं बार उछालते ही बालू ने घर की ओर दौड़ लगाई और गायब हो गया. എന്തൊരു കഷ്ടകാലം ഇത്. ആഫത്ത് എന്ന് പറഞ്ഞാൽ ട്രബിൾ അല്ലേ, എന്ത് ട്രബിളായത്, എന്ത് വന്ന് കുടുങ്ങിപ്പോയി എന്ന രീതിയിൽ കരടി പറഞ്ഞു. എന്നിട്ട് 12वीं बार 12ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ബൗൺസ് ചെയ്തതും കരടി വിട്ടിട്ട് അവിടെ നിന്ന് ഓടി, വീട്ടിലോട്ട് ഓടി. ദോഡ് ലഗായി ഓർ ഗായബ് ഹോ ഗയ, കാണാതായി അല്ലേ. അബ്കി ബാർ ഷേർ കാ ബച്ച ദഢാം സെ ജമീൻ പർ ആ ഗയ. പിന്നെയോ മുകളിലോട്ടിങ്ങനെ ബൗൺസ് ചെയ്തിട്ടല്ലേ കരടി ഓടിപ്പോയത്. ആ സമയത്ത് സിംഹക്കുഞ്ഞ് നേരെ താഴോട്ട് വന്ന് വീണു. ധടാം സെ ജമീൻ പർ ആ ഗയ, നേരെ താഴോട്ട് വന്ന് വീണു. ഡാൽ ഭി ടൂട്ട് ഗയി, അങ്ങനെ കൊമ്പും ഒടിഞ്ഞുപോയി. തഭി മാലി വഹാ ആയ ഓർ ഷേർ കെ ബച്ചെ പർ ബറസ് പട. മാലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കെയർ ടേക്കർ അല്ലേ, മാവിൻ തോട്ടത്തെ പ്ലമ്മിൻ്റെ ആ തോട്ടം നടത്തിപ്പുകാരൻ അല്ലേ. അയാൾ വന്നിട്ട് വഴക്ക് പറഞ്ഞു സിംഹത്തിന്. ഡാൽ തോടുതി പേടിക്ക് ലാവോ ഹർജാന. മരക്കൊമ്പ് പൊട്ടിച്ചില്ലേ, ഇനി ഹർജാന താ. ഹർജാന എന്ന് പറഞ്ഞാൽ അത് എന്താ നശിപ്പിച്ചതിൻ്റെ ആ കാശ് അല്ലേ, കാശ് ചോദിച്ചു, അതിൻ്റെ ഹർജാന താ എന്ന് പറഞ്ഞു. അപ്പോൾ ഷേർ കെ ബച്ചനെ കഹാ, ജറ ഠീക്ക് തോ ഹോലു, ഒന്ന് ശരിയാവട്ടെ, ഒന്ന് വീണതല്ലേ ഉള്ളൂ, ഒന്ന് ശരിയാവട്ടെ. പിന്നെ മാലിനെ കഹാ ഠീക്ക് ഹെ മേ അഭി ആത്താ ഹൂँ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു. മാലി പറഞ്ഞു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് മാലി പോയി. മാലിക്ക് വഹാ സേ ജാത്തേ ഹി ഷേർ കാ ബച്ച ഭി 9-11 ഹോ ലിയ. മാലി അവിടുന്ന് പോയപ്പോഴേക്കും, കെയർ ടേക്കർ അവിടുന്ന് പോയപ്പോഴേക്കും ഉടനെ ഷേർ കാ ബച്ച ഭി 9-11 ഹോ ഗയ. 9-11 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടുന്ന് കാണാതാവുക അല്ലേ. ഉസ്നെ സോച്ച ജാൻ ബച്ചി തോ ലാഖോ പായ, വിചാരിച്ചു ജീവൻ രക്ഷപ്പെട്ടു അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം. കഹാനി സെ, ഷേർ കെ ബച്ചെ നെ പേട് കി ഡാൽ ക്യൂം പക്കടി. എന്തുകൊണ്ട് ആ മരക്കൊമ്പ് കയറി പിടിച്ചത് വേഗം? ഷേർ കെ ബച്ചെ നെ പേട് കി ഡാൽ ഇസ്ലിയെ പക്കടി താക്കി വ ജമീൻ പർ ന പടെ, ഗിർ പടെ അല്ലേ, താഴോട്ട് വീഴാതിരിക്കാനായിട്ടാണ് മുറുക്കെ പിടിച്ചത് ഡാലിനെ. ഷേർ കാ ബച്ച ക്യൂ ദഹാട, എന്തുകൊണ്ടാണ് ആ റോർ ചെയ്തത് ഷേർ കാ ബച്ച ലയൺ सिंहकुഞ്ഞ്. जब भालू ने शेर के बच्चे को फुटबॉल समझकर अपने पैर से उछाल दिया तो हड़बड़ी में शेर के बच्चे ने दहाड़ लगाए. പേടി കൊണ്ട് അല്ലേ, പെട്ടെന്ന് അല്ലേ, വെപ്രാളത്തിലാണ് അങ്ങനെ ചെയ്തത്. ഭാലു സാബ് കിസ് ബാത് പർ പച്തായേ.
भालू साहब इस बात को लेकर पछताए कि उन्होंने शेर के बच्चे को फुटबॉൾ समझकर अपने पैरों से ഉച്ചാൽ दिया था. പച്ചത്തായ എന്ന് പറഞ്ഞാൽ എന്തിനാ വിഷമിച്ചത് എന്നാണ്. അത് അദ്ദേഹത്തിന് എന്തിനാ വിഷമം തോന്നിയത്? കരടിക്ക് ഫുട്ബോൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് തട്ടിയത് അല്ലേ? പക്ഷെ അത് സിംഹക്കുഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് വിഷമം തോന്നി. ഭാലുവിനെ ക്യൂ കഹാ ഓ കിസ് ആഫത്ത് മേ ആ ഫസ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ക്യൂ ആഫത്ത് മേ ആ ഫസ കിസ് ആഫത്ത് മേ ആ ഫസ എന്ന് എന്തു കഷ്ടകാലത്തിൽ എന്താ വന്ന് വീണതെന്ന്. ओ किस आफत में आ फंसा, यह बालू ने इसलिए कहा क्योंकि उसे शेर के बच्चे को बार बार उछालना पड़ रहा था और वह बुरी तरह से थक गया था. ക്ഷീണിച്ചിരുന്നു അല്ലേ? വീണ്ടും വീണ്ടും ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കരടി ശരിക്കും ക്ഷീണിച്ചു പോയി. പിന്നെ പെഹ്ലെ ക്യാ ഹുവാ ഫിർ ക്യാ ക്യാ ഹുവാ, ആദ്യം എന്തു പറ്റി പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്പർ എഴുതാനാണ്, ക്രമത്തിൽ എഴുതുക. ആദ്യം എന്താ സംഭവിച്ചത്? ഭാലു സാബ് शेर को निकले, फिर भालू ने शेर के बच्चे को उछाल दिया, फिर शेर के बच्चे ने पेड़ की डाल पकड़ ली, फिर भालू ने शेर के बच्चे को लपक कर पकड़ लिया. പിന്നെ എന്തായിരിക്കും? भालू घर की ओर दौड़ लगाई. क्या होता अगर, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഭാലു ഷേർ കെ ബച്ചെ ന പക്കടത്ത, भालू പിടിച്ചില്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കും? अगर भालू शेर के बच्चे को न पकड़ता तो वह ज़मीन पर गिर जाता और उसे बहुत चोट लगती. പിടിച്ചില്ലായിരുന്നെങ്കിൽ താഴെ വന്ന് ധടാമെന്ന് വീഴുമായിരുന്നു അല്ലേ? പിന്നെ ഷേർ കാ ബച്ച 9-11 ന ഹോത്താ തോ, ഷേർ കാ ബച്ച അതായത് അവിടെ നിന്ന് ഓടിയില്ലായിരുന്നെങ്കിലോ? अगर शेर का बच्चा 9-11 न होता तो माली उसे पेड़ की डाल तोड़ने का हर्जाന लेते അല്ലേ? ആ സമയത്ത് ഓടിയില്ലായിരുന്നെങ്കിലോ എന്താ സംഭവിക്കുക? മാലി അതായത് കെയർടേക്കർ എന്ത് ചെയ്യും? ഹർജാന അതായത് ഫൈന് മേടിക്കുമായിരുന്നു അല്ലേ? അത് നശിപ്പിച്ചതിനുള്ള കാശ് മേടിക്കുമായിരുന്നു. കർക്കെ ദേഖോ, ഇത് ചെയ്ത് एक्सरसाइज ചെയ്യാനാണ്. जब भालू ने शेर के बच्चे को उछाला वह दहाड़ा, उसके दहाड़ने की आवाज़ कैसी होगी बोल कर दिखाओ. എങ്ങനെയായിരിക്കും സിംഹം ദഹാട ആ സമയത്ത് പേടിച്ചിട്ട് എങ്ങനെയായിരിക്കും റോർ ചെയ്തൊന്ന് കാണിച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. നീച്ചെ ലിഖോ കാമോ കോ, നീച്ചെ ലിഖേ ഹുവേ കാമോ കോ कैसे करते हैं कक्षा में करके बताओ. അങ്ങനെ ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലപ്പക്ന അല്ലെ, ഫേങ്ക്ന എന്ന് പറഞ്ഞാൽ എറിയുക, കങ്കി കർണ എന്ന് പറഞ്ഞാൽ മുടി ചെയ്യുക, മോജ പെഹന എന്ന് പറഞ്ഞാൽ സോക്സ് ഇടുക, ദബേ പാം ചെല്ലണ എന്ന് പറഞ്ഞാൽ പതുക്കെ നടക്കുക, ധുലേ കപ്പടെ നിച്ചോടന എന്ന് പറഞ്ഞാൽ തുണി ഇങ്ങനെ അലക്കിയ തുണി ഇങ്ങനെ പിഴിഞ്ഞ് കാണിക്കുക അല്ലേ? शेर के बच्चे ने सुनाई आप बीती. शेर के बच्चे ने घर जाकर अपने माता पिता को अपनी कहानी सुनाई. उसने क्या क्या सुनाया होगा बताओ. അവിടെ നിന്ന് ഓടിയിട്ട് ഷേർ കാ ബച്ച അതായത് സിംഹക്കുഞ്ഞ് വീട്ടിലോട്ട് പോയിട്ട് അമ്മയും അച്ഛൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരിക്കും പറഞ്ഞു കാണുക? ഇപ്പം നിങ്ങളത് സ്വന്തം വേർഡ്സിൽ എഴുതുക അല്ലേ? പിന്നെ शेर के बच्चे ने अपने माता पिता से कहा होगा कि जब मैं पेड़ के नीचे सो रहा था तब भालू ने मुझे फुटबॉल समझकर अपने पैर से उछाल दिया. मैंने एक पेड़ की डाल पकड़ ली लेकिन वह टूट गई. मैं ज़मीन पर गिर पड़ा, फिर लेकिन इस बीच भालू ने मुझे पकड़ लिया. मुझे इसमें बड़ा मज़ा आया और मैंने भालू से बार बार उछालने तथा मुझे पकड़ने के लिए कहा. यह क्रम काफ़ी देर तक चलता रहा. कुछ देर बाद भालू मुझे उछालकर भाग गया और मैं ज़मीन पर गिर गया. इससे पेड़ की डाल भी टूट गई. तभी वहाँ माली आ गया. उसने मुझसे पेड़ की डाल तोड़ने का हर्जाना मांगा. मैंने कहा कि ठीक होकर दूंगा. माली यह कहकर चला गया कि थोड़ी देर में आता हूँ. माली के जाते ही मैं वहाँ से भाग खड़ा हुआ. അങ്ങനെ എഴുതാം അല്ലേ? खेल खेल में फुटबॉल को फुटबॉल क्यों कहते होंगे? എന്തുകൊണ്ടാണ് ഫുട്ബോളിനെ ഫുട്ബോൾ എന്ന് പറയുന്നത്? फुटबॉल का अर्थ होता है फुट अर्थात पैर, बॉल गेंद अर्थात पैर से खेले जाने वाला गेंद है, इसलिए इसे फुटबॉल कहा जाता है. ऐसे खेलों के नाम बताओ जिनमें बॉल या गेंद का इस्तेमाल करते हैं. पिट्टू, टेनिस, टेबल टेनिस, हॉकी അല്ലേ? പിന്നെ അടുത്തത് തുമാരി സമജ് में നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതായത് ठंड से बचने के लिए शेर का बच्चा गोल मटोल सिमट कर बैठ गया था അല്ലേ? അപ്പോൾ तुम्हारे विचार से शेर का बच्चा ठंड से बचने के लिए और क्या क्या कर सकता था? അങ്ങനെ ചുരുണ്ടുകൂടി കിടന്നതിനാൽ അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു?
അപ്പോൾ സർദിയോं കാ മൗസം. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് സിംഹക്കുഞ്ഞിന് എന്ത് ചെയ്യായിരുന്നു? शेर का बच्चा ठंड से बचने के लिए अपनी गुफा में जा सकता था या किसी झाड़ी में घुसकर बैठ सकता था അല്ലേ? എവിടെയെങ്കിലും ഇങ്ങനെ മരത്തിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനെ ബുഷസ് ഉണ്ടാവില്ല, ആ ബുഷസിൻ്റെ താഴെ കിടക്കാമായിരുന്നു. അല്ലെങ്കിൽ ഗുഫ, അതായത് തൻ്റെ വീട്ടിലോട്ട് തിരിച്ച് ഗുഹയിൽ പോകാമായിരുന്നു അല്ലേ? പിന്നെ उलट पुलट, सर्दियों का मौसम चारों ओर कोहरा ही कोहरा, गर्मियों का मौसम चारों ओर धूप ही धूप. उदाहरण के अनुसार शब्दों को उलट कर लिखो, अതായത് തിരിച്ച് മറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. शेर का बच्चा फिर से उछालने को कह रहा था. शेर का बच्चा फिर से എന്തെന്ന് എഴുതണം അവിടെ? गिराने को कह रहा था, അങ്ങനെ എഴുതാം അല്ലേ? पेड़ की एक डाल पकड़ ली. അപ്പോൾ पेड़ की एक डाल छोड़ दी, पकड़ने तिरिച്ച് അല്ലേ? उल्टा. भालू ने ठंड से बचने के लिए फुटबॉल खेलने की बात सोची. तुम ठंड से बचने के लिए क्या क्या करते हो? उस पर निशाना लगाओ. എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുക? ഫുട്ബോൾ കളിച്ചു ബാലു അല്ലേ? തണുപ്പ് മാറ്റാനായിട്ട് ഫുട്ബോൾ കളിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യും? ഗർമ കപ്പടെ പെഹൻകർ ഘർ മേ ബാഠ്തേ ഹൈ അല്ലേ? തണുപ്പ്, അതായത് സ്വെറ്റേഴ്സ്, അങ്ങനെ വുളൻ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇരിക്കാം വീട്ടിൽ. പിന്നെ റജായി ഓടുത്തേ ഹേ അല്ലേ? റജായി പുതപ്പ് അല്ലേ? പിന്നെ ആഗ് താപ്തി, ആഗ് എന്ന് പറഞ്ഞാൽ എന്താ? തണുപ്പ്, ഇങ്ങനെ ചൂട്, കയ്യിൽ നല്ല ചൂട് കിട്ടാനായിട്ട് ആഗ് താപ്തി ഹോ. ഫിർ ഗർം പാനി മേ നഹാത്തി ഹോ, ചൂടുവെള്ളമല്ലേ കുളിക്കാൻ ഇഷ്ടപ്പെടുത്തുള്ളൂ അല്ലേ തണുപ്പ് കാലത്ത്. പിന്നെ ഗർം ചായ പീത്തി ഹോ, നല്ല ചൂടുള്ള ചായ കുടിക്കും അല്ലേ? സർദി എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസൺ, മൗസം എന്ന് പറഞ്ഞാൽ സീസൺ അല്ലേ? വക്ത് എന്ന് പറഞ്ഞാൽ സമയം. कोहरा എന്ന് പറഞ്ഞാൽ എന്താ? ഓലെ യാ ഓസ് കെ ഛോട്ടെ കൺ ജോ വാതാവരൺ മേ ഭാപ് കെ രൂപ് മേ ഛാ ജാത്ത, അതായത് മഞ്ഞുതുള്ളി എന്നാണ്, മഞ്ഞാണ് പറയുന്നത്. പിന്നെ സിമട്കർ ഗോൾമട്ടുള്ള, സിമട്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുക. ജാമുൻ കെ പേട് എന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ഒരുതരം പ്ലം അല്ലേ? വയലറ്റ്, ആ പ്ലമ്മിനെയാണ് ജാമുൻ എന്ന് പറയുന്നത്. പിന്നെ പച്താന എന്ന് പറഞ്ഞാൽ പച്താ രഹേത്തെ എന്ന് പറഞ്ഞാൽ വിഷമിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് പച്താ രഹേത്തെ. ആഖെ ഫെലായി അക്ല് തൊടായ, ആഖെ ഫെലായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കി, അക്ല് തൊടായ എന്ന് ആലോചിച്ചു, അതിനെപ്പറ്റി ആലോചിച്ചു എന്നാണ് പറയുന്നത്. ഹാസിൽ കീജ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക. ആ ദേഖാനത്താവ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കിയില്ല, വേറൊന്നും ആലോചിച്ചില്ല എന്ന രീതിയിലാണ് അവിടെ വരുന്നത്. ഉച്ചാലന എന്ന് പറഞ്ഞാൽ ബൗൺസ് ചെയ്യുക. ഹെഡ്ബടി എന്ന് പറഞ്ഞാൽ തിരക്കെടുക്കുക അല്ലെ വെപ്രാളത്തിൽ. അപ്പോൾ ദഹാഡ്ന എന്ന് പറഞ്ഞാൽ ഗറജ്ന അല്ലെങ്കിൽ ഗുറാന എന്ന് സിംഹം സൗണ്ടാക്കത്തില്ല അത്. പിന്നെ ഡാൽ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ചില്ല, അതായത് ചോട്ടി ശാഖ, പേടിക്ക് ചോട്ടി ശാഖ. പിന്നെ പച്താന വിഷമിക്കുക. പിന്നെ ഫുർത്തി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോവുക. ലപ്പക്ലിയ എന്ന് പറഞ്ഞാൽ വേഗം ഓടിപ്പോയി പിടിക്കുക, കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക. ബഡാന, ഹാത്ത് ബഡാന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നീക്കുക, ഹാത്ത് കൈ മുന്നോട്ട് നീക്കി. ഥക്കർ എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക. പരിശാൻ എന്ന് പറഞ്ഞാൽ വിഷമിക്കുക, മതിയായി ക്ഷീണം തോന്നി എന്നാണ്. ഗായഭോന എന്ന് പറഞ്ഞാൽ കാണാതാവുക. ധഡാം എന്ന് പറഞ്ഞാൽ ആ സൗണ്ടാണ് പറയുന്നത്, താഴെ ധഡാം എന്ന് വീണു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബരസ്പട എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു. നോദോ ഗ്യാര ഹോന എന്ന് പറഞ്ഞാൽ കാണാതാവുക, പെട്ടെന്ന് കാണാതാവുക, അപ്രത്യക്ഷമാവുക അല്ലേ? അതാണ് നോദോ ഗ്യാര ഹോന. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.